Hi friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ F സീരീസിലെ F12 എന്ന മോഡലിന്റെ അൺബോക്സിംഗ് അതിന്റെ റിവ്യൂമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് മുന്നേ ഇറങ്ങിയ മോഡലാണ് എങ്കിലും ഞാൻ സെറ്റ് ഒന്ന് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അതിന്റെ അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് F12ൻ്റെ ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗാലക്സി F12 എന്ന പേരും അടിയിൽ സാംസങ്ങിൻ്റെ ബ്രാഞ്ചിങ് നെയിമും കാണാം. ഇതിൻ്റെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയും 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ കോഡ് ക്യാമറ, ഇൻഫിനിറ്റി ഡിസ്പ്ലേ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 48 MB പ്ലസ് 5 MB പ്ലസ് 2 MB പിന്നെ 2 MB റിയർ ക്യാമറ തന്നെ നമുക്ക് 4 ക്യാമറയോളം വരുന്നുണ്ട്. 8 MB ഫ്രണ്ട് ക്യാമറ ആണ് മാത്രമേ ഉള്ളൂ. ക്യാമറക്ക് അതെനിക്കൊരു ഇതായിട്ട് തോന്നി, ഒരു നെഗറ്റീവായിട്ട് തോന്നി. 8 MB ക്യാമറ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഇതിൻ്റെ റെക്റ്റാങ്കിൾ വരികയാണെങ്കിൽ 16.55 സെൻറ്റിമീറ്റർ ഉണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 221 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പലരും ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാനിത് വാങ്ങിയ സ്ഥിതിക്ക് ഞാനൊന്ന് അൺബോക്സ് ചെയ്യുകയാണ്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ തന്നെ നമ്മുടെ സെറ്റ് കിടക്കുന്നുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം, സെറ്റൊന്ന് മാറ്റി വെക്കാം. പിന്നെ ബോക്സ് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ബോക്സിൽ ഒരു മൈക്രോ ടു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. USB ടു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. പിന്നെ ഒരു 15 വാട്ട്സിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 വാട്ട്സിൻ്റെ ഒരു ചാർജറും ഇത് ബോക്സിൽ വരുന്നുണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം ചെറിയൊരു വെയിറ്റൊക്കെ തോന്നിക്കുന്നുണ്ട് ചാർജറിന്. പിന്നെ ബോക്സിൽ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഈ ബോക്സിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു അടപ്പ് ബോക്സിലായിട്ട് വരുന്നത് ഒരു ചെറിയ ബോക്സ് വരുന്നത്. അതിൻ്റെ പിന്നിലായിട്ട് സിം ഇജക്ടർ പിന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ഇതിൻ്റെ യൂസർ മാനുവൽ ബുക്കാണ് ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ. എന്താ നമുക്കിനി ഫോണിലേക്ക് വരാം. ഓക്കെ, ഫോണിൻ്റെ മുകളിൽ തന്നെ നല്ലൊരു കവറിൽ കയ്യിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഡിസൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൽ വന്നിട്ടുള്ളത് ബ്ലൂ കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്യാമറയാണ്. 4 ക്യാമറയാണ്. നമുക്ക് ഐഫോണിൻ്റെ കാര്യം ഒരു സ്റ്റൈൽ വരുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ഐഫോണിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു. 4GB ആൻഡ് 64GB വേരിയേഷനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ സാംസങ് എന്ന് എഴുതി പിന്നെ ഗാലക്സി എന്ന ബ്രാൻഡും നെയിം കൂടിയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിന് ബൂട്ടിങ് കുറച്ച് സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഇതിൻ്റെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, സെറ്റ് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഓൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു ഇവിടെ കുറച്ച് മാത്രം ഒരു കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്തതാണ്. അത്യാവശ്യം ആപ്ലിക്കേഷനൊക്കെ ഫോൺ പേ അതുപോലെ തന്നെ സ്നാപ്ചാറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷൻസൊക്കെ ഇൻക്ലൂഡായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്യാമറ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്യാമറ, നല്ല ക്ലിയർ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഇതിൽ ആൻഡ്രോയിഡ് 11 വേർഷനാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. F12 എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ സോഫ്റ്റ്വെയർ വെർഷൻ നോക്കുമ്പോൾ ചിക്കൻ കഴിയും ആൻഡ്രോയിഡ് 11 ആണ്. അതുപോലെ തന്നെ
UI4 വേർഷൻ 3.1 ആണ് വന്നിട്ടുള്ളത്. എനിക്കതിൽ ഏറ്റവും തന്നെ ഒന്നാമത് ഇഷ്ടപ്പെടുന്നതിൻ്റെ ക്യാമറ, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ് നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസും ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ഇതാണിത്. നമ്മൾ ഒരു തവണ ഇത് ലോക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാൾപേപ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പ് ഹുവാവയുടെ ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ സാംസങ്ങിൻ്റെ ഫോണിൽ ഞാൻ ഇതൊക്കെ കണ്ടിട്ടില്ല. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ടച്ച് എന്ന് പറയുന്നത് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ എത്രമാത്രം ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുന്നുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഡിസ്പ്ലേ എന്നുള്ളത് HD ആണ്, ഫുൾ HD അല്ല വരുന്നത്. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്തിൽ തന്നെ ഡിസ്പ്ലേയും ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ സിം സ്ലോട്ട് വരുന്നത് എന്ന് നോക്കാം. ഇത് ഡുവൽ 4G തന്നെയാണോ എന്നറിയില്ല. എന്നാലും നമുക്ക് എത്ര ഇത് സിമ്മിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, 2 സിമ്മാണോ അതോ മുമ്പത്തെ മാതിരിയുള്ളതാണോ, നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഞാൻ പ്രതീക്ഷ പോലെ തന്നെയാണ്. ഇതിൻ്റെ 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണുള്ളത്. ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്താ പറയുക, പവർ ബട്ടണും അതുപോലെ തന്നെ ഒരു ഇതുപോലെ അപ്പ് ഡൗൺ ബട്ടണും ഒക്കെ കാണാൻ കഴിയും. ഇതിൽ ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും വരുന്നത്. ഫിംഗർ ലോക്കും വരുന്നത് ഈ പവർ ബട്ടണിൽ തന്നെയാണ്. അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ഈ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വരുന്നത് ഈ ഒരു പവർ ബട്ടണിലാണ്.